നാളെ ക്ലാസ് ടീച്ചറായ റൂബി ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് ഹാജർ ബുക്ക് തുറക്കുമ്പോൾ അതിലൊന്നാമതായി കിടക്കുന്ന പേര് ആ പൊന്നുമോന്റെയാണ്. അത് ഒരിക്കലും മായാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. അവന്റെ അകാല വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും DHSന്റെ പേരിലും അനുശോചനം രേഖപ്പെടുത്തുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളെന്നാണ്. ഞങ്ങൾ ആ വികാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെ കണ്ടിരുന്നത്. ഞങ്ങളുടെ പേരിനോടൊപ്പം അമ്മയെന്ന് ചേർത്തെപ്പോഴും അവർ വിളിക്കാറുണ്ടായിരുന്നു. എത്ര നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടും ആളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെല്ലാം ഞങ്ങൾക്ക് മക്കളാണ്. അവിടെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചു ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ താങ്ങാനാവാത്ത നഷ്ടം തന്നെയാണ്. പൊന്നുമോന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. എനിക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ആ കുട്ടിയെ കണ്ടതുപോലും എനിക്ക് അത്രയ്ക്ക് പോലും താങ്ങാൻ ഒക്കത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖം പോലും ഞാൻ കണ്ടില്ല. എനിക്ക് കുഞ്ഞിന്റെ മുഖം ചിരിക്കുന്ന മുഖമായിട്ട് മാത്രം എന്റെ മനസ്സിലുള്ളൂ. അതിന്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്ക് ഒരു ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം പറഞ്ഞ എന്റെ ഒരവസ്ഥ അകത്തു നിന്നും സംസാരിക്കണം, പുറത്തു നിന്നും സംസാരിക്കണം. എന്റെ കുഞ്ഞ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുഞ്ഞാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരു അമ്മയാണ്. പുറമേ നിന്ന് പലരും പറയുന്നുണ്ട് അധികം ശ്രദ്ധക്കുറവാണ്. അങ്ങനെയല്ല, പ്രവൃത്തി ദിവസമായിരുന്നു. പക്ഷെ എന്നാലും സ്കൂൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഗേറ്റ് തുറന്ന ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന ആ സമയം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. 2 ഗേറ്റുകളിലും അധ്യാപകർ കുട്ടികളെ അകത്തേക്ക് സുരക്ഷിതമായി കയറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല സംരക്ഷകരായിട്ട് ഇവിടെ നിൽപ്പുണ്ടായത് എപ്പോഴും. ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് തുറന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുഞ്ഞിനെ കിടത്തിയിരുന്ന സമയത്ത് പോലും നോക്കാനുള്ള അധികം ശക്തിയില്ല. സ്വന്തം അമ്മയല്ലെങ്കിൽ കൂടിയും അമ്മയെ പോലുള്ള ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും. പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, തെറ്റ് ചെയ്തതായി തോന്നും. പക്ഷെ അകത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പറ്റിപ്പോയി പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ആർക്കും ഇല്ല. ഇപ്പൊ ഈ നടത്തിയ മാർച്ചും പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം അതിന്റെ ഭാഗമായിട്ടായിരുന്നു. എല്ലാവരും എല്ലാം അറിഞ്ഞ് എല്ലാ രീതിയിലും എല്ലാം ഞങ്ങളുടെ ഇപ്പൊ ഈ നിൽക്കുന്ന ഇവിടുത്തെ സഹപ്രവർത്തകരോടും എല്ലാം ക്ഷമിക്കണമെന്നുമെല്ലാം താഴ്മയെ അപേക്ഷിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ സ്കൂളിൽ നിന്നുകൊണ്ടുള്ള ഞങ്ങളുടെ വിഷമം എന്തൊക്കെയാണെന്ന് എത്രത്തോളമാണെന്ന് പുറമേ നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. എന്നെ സംബന്ധിച്ച് മീഡിയയിൽ നിന്നും പ്രവർത്തിക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. ഒരു വാർത്ത പോലും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. വിട്ടുപോയി കുഞ്ഞ്, അവന്റെ വേർപാടിന് അവന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു കാര്യം കൂടെ കാണിക്കാം. എനിക്കവനെ നേരത്തെ അറിയാം, എന്റെ കുടുംബത്തെയൊക്കെ അറിയാം. ആ കുഞ്ഞ്
കായിക മത്സരത്തിൽ അങ്ങനെയല്ല, കലാമത്സരങ്ങളിലൊക്കെ ഒരുപാട് സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു. കുഞ്ഞിവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. എന്റെ കുഞ്ഞും ഈ ഒരു പ്രായം കഴിഞ്ഞ് വന്നതാ. ഈ ഒരു നൃത്തമൊക്കെ എന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഒന്നിച്ചുള്ള ആ നൃത്തമൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ കളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്റെ ആന്റിയുടെ കൊച്ചുമോന്റെ കൂടെ പഠിച്ചതാ.